കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട്. ഇതിന്റെ ഭാഗമായി മലപ്പുറത്ത് ഓഫീസ് തുറക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി സംവദിക്കാൻ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഓരോ കേന്ദ്രത്തിലും മീറ്റിംഗ് നടത്തും. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. പറയൂ ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ സാധ്യതകൾ അടഞ്ഞതോടുകൂടിയിട്ടാണ് മറ്റൊരു അതിവേഗ റെയിൽ പദ്ധതിയുമായി ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോക്കിന് ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇ ശ്രീധരൻ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മഞ്ഞക്കുറ്റി സ്ഥാപിക്കലും അതുമായി ബന്ധപ്പെട്ട പോലീസ് ലാത്തി ചാർജുകളും കേസുകളും ഒക്കെയായിരുന്നു. അത് ഇത്തവണ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ ഇ ശ്രീധരൻ പ്രധാനമായിട്ടും ചെലുത്തുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കാസർഗോഡ് 430 കിലോമീറ്റർ ദൂരമാണ്. അതിൽ ഏകദേശം 10% ഭൂമി മാത്രമായിരിക്കും ഭൂമിയിൽ കൂടി ഈ റെയിൽ പോവുക. ബാക്കി 70% ഭൂമിക്ക് മുകളിൽ കൂടിയും 20% തുരങ്കപാതയുമായിരിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതിയിലെ ആകർഷകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അത് ലീസിന് ഈ ഉടമകൾക്ക് തന്നെ തിരികെ നൽകും എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി ഫെബ്രുവരി 15 മുതൽ അദ്ദേഹം ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ജനങ്ങളുമായി സംവദിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. അത് ഏത് രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. മലപ്പുറത്തു നിന്നായിരിക്കും തുടങ്ങുക എന്ന് പറയുന്നു. ഫെബ്രുവരി 15-നായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സംവാദം തുടങ്ങുക. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിലുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ, ഇതൊക്കെ പരിഹരിക്കുന്ന രീതിയിലായിരിക്കും ഈ സംവാദം. അല്ലെങ്കിൽ ഈ ശ്രീധരൻ ജനങ്ങളുമായി സംവദിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഒരു ജില്ലയിൽ ഒരു കേന്ദ്രമായിരിക്കുമോ, എത്രത്തോളം കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഈ കേന്ദ്രങ്ങളെ ഏറ്റെടുക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പിന്നീടായിരിക്കും വിശദീകരിക്കുക. ഈ പറഞ്ഞതുപോലെ ഈ അതിവേഗ റെയിലിന് ബദലായി RRT എന്നൊരു സംവിധാനം RRT സംവിധാനം സംസ്ഥാന മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിക്കുകയും അത് കേന്ദ്ര സർക്കാരിന് അതിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ രീതിയിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. RRT എന്നൊരു സംവിധാനത്തിൽ തത്വത്തിൽ അംഗീകാരം നൽകുകയും സംസ്ഥാന ബജറ്റിൽ അതിന് 100 കോടി മാറ്റിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരോടാണ് താല്പര്യം എന്നറിയാൻ എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നാളെ കേന്ദ്ര ബജറ്റ് നടക്കുകയാണ്. ഈ RRTക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയ ഉടനെ 100 കോടി മാറ്റിവെച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിൽ എന്തെങ്കിലും തുക അതിവേഗ റെയിലിന് മാറ്റിവെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിന് ഈ മെട്രോമാന്റെ പദ്ധതിയുമായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നതിനുള്ള സൂചനയായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ പണം മാറ്റിവെച്ചാൽ നൽകാനുണ്ടാവുക. എന്തായാലും ഈ പദ്ധതിയുമായി, അതിവേഗ പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടേക്ക് പോവുക തന്നെയാണ് ചെയ്യുന്നത്. RRT എന്നൊരു സംവിധാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് വരുമ്പോഴും അത് തന്റെ പദ്ധതിയെ ബാധിക്കില്ല എന്നും തനിക്ക് അതൊരു തരത്തിലും ദോഷം ചെയ്യില്ല എന്നും ഈ ശ്രീധരൻ പറയുന്നു. അതിനാൽ തന്നെ അദ്ദേഹം കോൺഫിഡന്റോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നു. ഫെബ്രുവരി 2-ാം തീയതി പൊന്നാനി കേന്ദ്രമായ ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നു. അദ്ദേഹം ഒരു ടീമിനെ രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. അതിനോടൊപ്പം തന്നെ ഫെബ്രുവരി 15 മുതൽ ഓരോ സംസ്ഥാനത്തെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയും ജനങ്ങളുമായി സംവദിക്കാൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്നു. ഈ സംസ്ഥാന സർക്കാരിനായാലും ഈ പദ്ധതിയിൽ അതായത് അതിവേഗ ഒരു റെയിൽപാത വേണമെന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തെക്ക് വടക്ക് അതിവേഗത്തിലെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രം മതി, അത് ഏത് പദ്ധതിയായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഈ RRTക്ക് അംഗീകാരം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയവും ആശങ്കയൊക്കെ CPM-നുണ്ട്. അതിനാൽ തന്നെ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോവുക അല്ലെങ്കിൽ വേഗത്തിൽ ജനങ്ങൾ എത്തുക എന്ന പദ്ധതിക്കാണ് തങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് എന്നൊരു കാര്യം MV ഗോവിന്ദൻ പറയുകയുണ്ടായി. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ സംസ്ഥാന സർക്കാരിൻ്റെത് എന്നൊരു ആശങ്ക ഈ ശ്രീധരൻ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നയമാറ്റം ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് പദ്ധതിക്കായിരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.